ഒന്ന് കൂനൂർ വരെ പോയാലോ? കൂനൂരിൻ്റെ സമ്പന്നമായിട്ടുള്ള പാചക പാരമ്പര്യം സാക്ഷ്യമായി നിലകൊള്ളുന്ന നമ്മളെ ക്രൗൺ ബേക്കറി 1880 ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൈദരാബാദിൽ നിന്ന് കൂനൂർ വരെ വന്നിട്ട് ആ കുന്നുകൾക്കിടയിൽ നമ്മൾ ബേക്കിംഗ് ആരംഭിക്കണം എന്ന് ആഗ്രഹിച്ച ആളായിരുന്നു ജി മുഹമ്മദ് ഷെരീഫ്. ഇത് ഇങ്ങനെ ഒരു വലിയ ചരിത്രമായി മാറുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനുശേഷം മകൻ അബ്ദുൽ സത്താർ അത് ഏറ്റെടുക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സൂപ്പ് സ്റ്റിക്ക്, ബ്രെഡ്, കേക്ക് അങ്ങനെയൊക്കെ വിതരണം ചെയ്ത പഴക്കമുണ്ട്. അതുപോലെ 1934 ഫെബ്രുവരി 2 മഹാത്മാഗാന്ധി വരെ ഇങ്ങോട്ട് വന്നതിൻ്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം സത്താറിൻ്റെ മകൻ മുഹമ്മദ് ഷെരീഫ് ബാഷയാണ് ഇത് ഏറ്റെടുത്തത്. ഹണി കേക്ക്, ബട്ടർ ബണ്ണ്, ഊട്ടി വർക്കി ഇതൊക്കെ ആ പഴയ ടേസ്റ്റ് നിലനിർത്തി പോവുകയാണ് ഇവരെ പാരമ്പര്യം. കാരണം നമുക്ക് പഴയ ടേസ്റ്റ് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അവിടെ ചെല്ലുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുള്ള പാത്രങ്ങളും ഗ്ലാസ്സുകളും ഒക്കെ ആ പഴമനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ ഫീലും ആ ഭക്ഷണത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത്